പഴയങ്ങാടി താവം മേൽപ്പാലത്തിൽ അറ്റകുറ്റപ്രവർത്തികൾ പുരോഗമിക്കുകയാണ്. പാലത്തിലെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. വിജിൻ MLA നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അതായത് എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴാണ് ഈ പ്രവൃത്തി പൂർത്തിയാവുക എന്നുള്ളത്, എപ്പോഴാണ് പാലം തുറന്നു കൊടുക്കുക എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് MLA നമുക്ക് പറയാനുള്ളത്? താവം പാപ്പിനിശ്ശേരി പാലവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന ഘട്ടം മുതൽ 2013 അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. അത് RDX കമ്പനിയാണ് അത് നിർവഹിച്ചത്. നമുക്കറിയാം, വിവാദമായ നിരവധി പാലാരിവട്ടം പാൽ ഉൾപ്പെടെ ഈ കമ്പനിയുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി നടന്നത്. ദൗർഭാഗ്യവശാൽ നമ്മുടെ പാലവും അതേ കമ്പനിയാണ് ടെൻഡർ എടുത്ത് പ്രവൃത്തി നടത്തിയത്. അപ്പോൾ നിരന്തരമായ പ്രശ്നങ്ങൾ ഈ പാലുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുകയാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് 2 MLA മാരും, അഴീക്കോട് MLA, കല്യാശ്ശേരി MLA എന്ന് ഞാനും, അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉന്നതരായ ഉദ്യോഗസ്ഥർ ചേർന്ന് വിദഗ്ധമായൊരു മീറ്റിംഗ് നടത്തുകയും അതിനെ തുടർന്ന് ഒരു വിദഗ്ധ പരിശോധന തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ്, ആ പരിശോധനയുടെ ഭാഗമായിട്ടാണ് 2 പാലങ്ങൾക്കും ഗുരുതരമായ അറ്റകുറ്റപ്പണി ആവശ്യമുണ്ട്, അത് ചില പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്, അതിൽ അറ്റകുറ്റപ്പണി വേണം എന്ന് വിദഗ്ധ സംഘം നിർദ്ദേശിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രവൃത്തി ആരംഭിച്ചത്. പ്രവൃത്തി ആരംഭിക്കുമ്പോൾ പാപ്പിനിശ്ശേരി പാലത്തിന് കുറച്ചധികം പണിയുണ്ടാവും. നമ്മുടെ പാലത്തിന് 14 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമെന്നാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞത്. പക്ഷെ പിന്നീട് നമ്മുടെ പാലം പൂർണ്ണമായും നമ്മുടെ ടാറിങ് ഇളക്കി മാറ്റി, പൂർണ്ണമായും പൊട്ടി കമ്പി പുറത്തു വന്ന ഭാഗത്ത് നമ്മൾ ആ പൊട്ടിയ കമ്പികൾ റിമൂവ് ചെയ്ത് അവിടെ പൂർണ്ണമായും പുതിയ കമ്പികൾ സ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ്, നമ്മൾ ഈ പണി തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ കണക്കാക്കിയതിലും കുറച്ചുകൂടി അളവ് അതിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് കണ്ടത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നേരത്തെ കമ്പി അടിച്ച് കോൺക്രീറ്റിലേക്ക് തീരുമാനിച്ചെടുത്തെന്നാണ് SC ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വന്നുള്ള പരിശോധനയിൽ കുറച്ചുകൂടി ഭാഗം കട്ട് ചെയ്ത് അത് അവിടെ കൂടി നമുക്ക് കോൺക്രീറ്റിൻ്റെ ഭാഗം ചേർത്ത് വെക്കേണ്ടതുകൊണ്ട് തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നോക്കിയാൽ കാണും, ഒരുപാട് ഭാഗം കമ്പി അടിച്ചതാണ്, പക്ഷേ കുറച്ചുകൂടി ഭാഗം ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാണ്, കൂടുതൽ ഭാഗത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ നാം അന്ന് പ്രവൃത്തി തുടങ്ങുമ്പോൾ തീരുമാനിച്ചതിലും കൂടുതൽ വർക്കുകളാണ് ഇപ്പോൾ പാലത്തിൽ നടത്തേണ്ടതായി വരുന്നത്. ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്, സ്വാഭാവികമായിട്ടും അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഒരു ശാശ്വതമായ പരിഹാരം, നമുക്കറിയാം, കുഴിയും കമ്പി പുറത്തു വരലും ഒക്കെയായിട്ട് നിരന്തരമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മുടെ താവം പാലായാലും പാപ്പിനിശ്ശേരി പാലായാലും. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച തീയതിയിൽ പോരാ എന്നാണ് ഉദ്യോഗസ്ഥർ നമ്മൾ അറിയിച്ചത്. കുറച്ചുകൂടി ദിവസത്തേക്ക് നമുക്ക് നീട്ടി പോകേണ്ടി വരും. ഇതിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പി ചെയ്ത ഉടൻ നമുക്ക് അതിൽ കോൺക്രീറ്റിലേക്ക് പോകാൻ പറ്റും. പിന്നെ അതിൻ്റെ 7 days ക്യൂരിംഗ് പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പൂർണ്ണമായും BC ചെയ്തതിന് ശേഷം നമുക്ക് പാലം തുറന്നു കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് നാം പ്രതീക്ഷിച്ചതിലും ഒരു 7-8 ദിവസം കൂടി അധികം നമുക്ക് വേണ്ടിവരുമെന്നാണ്. സ്വാഭാവികമായിട്ടും മാർച്ച് ഒരു 10 കൂടി എന്നാണ് ഇപ്പോൾ നമ്മളെ ഉദ്യോഗസ്ഥന്മാർ നമ്മൾ അറിയിച്ചത്. ഏതായാലും വേഗത്തിൽ തന്നെ ആക്കണം എന്നാണ് നമ്മൾ നിർദ്ദേശം കൊടുത്തത്. കാരണം ജനങ്ങളുടെ പ്രശ്നമുണ്ട്, നിരന്തരമായി നമ്മൾ കാണുന്നതാണ്. കർശനമായി തന്നെ വേഗതയിൽ പണി തീർക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പിന്നെ ലേബേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റില്ല എന്നാണ് ടെക്നിക്കലി ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ഇപ്പം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇതിപ്പോൾ കോൺക്രീറ്റ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു 2 മിഷൻ വെച്ച് 3 പണിക്കാർ മാത്രമാണ് അത് പിന്നെ അതിനാവശ്യമുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലേബേഴ്സിൻ്റെ എണ്ണം കൂട്ടിയത് നിർവഹിക്കാത്തത്. നമ്മൾ തന്നെ സമ്മർദ്ദം ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായി രാത്രി കാലങ്ങളിലും പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിർബന്ധപൂർവ്വം നമ്മളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വേഗതയിൽ തന്നെ പൂർത്തീകരിക്കുന്നതിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ് വളരെ. പക്ഷേ റിയാലിറ്റി മറുവശത്ത് മറ്റൊന്നാണെന്നിടത്താണ് കുറച്ചും കൂടി ദിവസം നമുക്ക് കൂടുതൽ വേണ്ടി വരുന്നത്. ഏതായാലും മാർച്ച് 10 കൂടി എന്നാണ് ഇപ്പോൾ എഞ്ചിനീയർമാർ ഞങ്ങളെ അറിയിച്ചത്, 10-നകം എന്നാണ് അറിയിച്ചത്. ഏതായാലും അതിനുള്ളിൽ തീർക്കണമെന്ന് കർശനമായി തന്നെ ജനങ്ങളുടെ വികാരമെല്ലാം മാനിച്ചുകൊണ്ട് അറിയിച്ചിട്ടുണ്ട്. വളരെ വേഗതയിൽ തന്നെ ഇത് പൂർത്തീകരിച്ചു. തന്നെ ഈ വാഹനങ്ങൾ തിരിച്ചുവിടുന്ന ഈ താവം ദാലിൽ റോഡ്, അതോടൊപ്പം തന്നെ ചില പ്രാദേശിക ആവശ്യങ്ങളൊക്കെ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, ഉത്സവം പോലെയുള്ള ആവശ്യങ്ങൾ. അപ്പൊ അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുമോ എന്നുള്ളത്? അതെ, തീർച്ചയായും. നമ്മുടെ പാലം അടച്ചപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് നമ്മുടെ കുറുമ്പക്കാവിലെ ഉത്സവം. അപ്പോൾ കുറുമ്പക്കാവിലെ ഉത്സവത്തിൻ്റെ നമുക്കറിയാം, അതിൻ്റെ ക്ഷേത്ര കമ്മിറ്റിയിലെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് ഇപ്പോൾ ഗതാഗത നിയന്ത്രണത്തിൽ നിൽക്കുന്നത്. അവർ സ്വയം സന്നദ്ധരായിട്ടാണ്, നമ്മുടെ ആ പ്രദേശത്തുള്ള ചെറുപ്പക്കാരെല്ലാം ചേർന്നിട്ടാണ് നമ്മുടെ ഈ നിയന്ത്രണം നടത്തുന്നത്. അവരോട് പ്രത്യേകമായ ഒരു നന്ദി കൂടി രേഖപ്പെടുത്തുകയാണ്. കാരണം അവർ സ്വയം സന്നദ്ധരായ ഒരു വളണ്ടിയറി പ്രവർത്തനം അവർ നടത്തുന്നതുകൊണ്ടാണ് ഇത്രയും സുഖമായൊരു ഗതാഗതം വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ പോലീസുമായി ചർച്ച ചെയ്ത് നമ്മൾ ആലോചിച്ചപ്പോൾ 1 മുതൽ 4 വരെ കുറുമ്പക്കാവിൽ ഉത്സവമാണ്. അപ്പോൾ കാഴ്ചയും താലപ്പൊലിയും ഒക്കെ പോകേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ താൽക്കാലികമായി പോലീസും കൂടി ചർച്ച ചെയ്യേണ്ട അടിസ്ഥാനത്തിൽ
നമ്മുടെ ഈ റോഡ് മാത്രം നമ്മുടെ ഈ ബാറിൻ്റെ ഇവിടുന്ന് ആരംഭിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തീരദേശ റോഡ് നേരെ കോപ്പുറം കയറുന്ന റോഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കും. ഇതിലൂടെ മാത്രം പാസേജ് ഉണ്ടാവും. ഈ കുറുമ്പക്കാവിൻ്റെ രണ്ട് ഭാഗത്തുള്ള ചെറിയ റോഡുകൾ നമുക്ക് ഈ ഉത്സവം നടക്കുന്ന ഈ 4 ദിവസം താൽക്കാലികമായി ക്ലോസ് ചെയ്യേണ്ടി വരും. അതിലൊരു റിക്വസ്റ്റ് പറയാനുള്ളത്, കണ്ണൂരിൽ നിന്ന് പയ്യന്നൂർ ഭാഗത്തേക്കുള്ള വണ്ടി ഹൈവേ വഴി തന്നെ പോവുക. അല്ലാത്ത പക്ഷം ഇരിണാവിൽ നിന്ന് മാട്ടൂൽ വഴി നമുക്ക് പഴയങ്ങാടിയിലേക്ക് വരാനുള്ള വലിയ സൗകര്യങ്ങളുണ്ട്. അതിനെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അതോടൊപ്പം ഈ പ്രദേശത്ത് നിന്ന് പോകുന്ന വാഹനങ്ങൾ തളിപ്പറമ്പ് വഴി പോയാൽ കുപ്പം വഴി പോയാലും വലിയ പ്രയാസമില്ലാതെ നമുക്ക് ഈ ഉത്സവം നടത്താൻ പറ്റും. നമുക്കറിയാം ഈ പ്രശ്നം പരിഹരിക്കണം, പാലം തകരാറ് പരിഹരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിങ്ങനെ പൂട്ടിയിടാൻ ആഗ്രഹിക്കുന്ന ഭാഗത്തേ അല്ല. കാരണം MLA എന്ന രീതിയിൽ ഏറ്റവും സംഘർഷം അനുഭവിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കാരണം ഇതിൻ്റെ എല്ലാ തലങ്ങളിലും വിമർശനങ്ങളൊക്കെ, പക്ഷേ നമ്മളിതൊരിക്കലും അടച്ചിടാതെ പോകണമെന്ന് ആഗ്രഹിക്കുക. പക്ഷേ റിയാലിറ്റി മറ്റൊന്നാണ് എന്നിടത്താണ് നമുക്കത് പരിഹരിച്ചേ പറ്റൂ എന്നിടത്താണ് ഇതിന് നിർബന്ധിതമാക്കപ്പെടുന്നത്. ഏതായാലും ഈ ഒരു 4 ദിവസം ഈ ഒരു സൗകര്യം, കാരണം നമ്മുടെ തീരദേശ റോഡ് കോവപ്പുറത്തേക്കുള്ള റോഡ് പൂർണ്ണമായി ഓപ്പൺ ചെയ്തിരിക്കും. നമ്മുടെ കുറുമ്പക്കാവിനകത്തുള്ള 2 റോഡും താൽക്കാലികമായി 1 മുതൽ 4 വരെ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള തീരുമാനം പോലീസുമായി ചേർന്ന് എടുത്തിട്ടുണ്ട്. അതിന് പോലീസും വളണ്ടിയർ സംവിധാനം കുറച്ചും കൂടി സഹകരിക്കും. അതുകൊണ്ട് പഴയങ്ങാടിയിലേക്ക് കണ്ണൂരിൽ നിന്ന് ഇതുവഴി വരുന്ന വാഹനങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായും മാട്ടൂൽ വഴി ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ തളിപ്പുറം വഴി ഉപയോഗപ്പെടുത്തുക. തിരിച്ചു പോകുന്നതും മാട്ടൂൽ വഴിയും അതുപോലെ തന്നെ തളിപ്പുറം വഴി ഉപയോഗപ്പെടുത്തിയാൽ ഒരു വലിയ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ജനങ്ങളെല്ലാം സഹകരിക്കുന്നുണ്ട്. അത് ഒരു സഹകരണം കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും വളരെ വേഗതയിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ മാർച്ച് 2ാം വാരത്തോടു കൂടി തന്നെ നമ്മുടെ പഴയങ്ങാടി താവം മേൽപ്പാലം തുറന്നു കൊടുക്കാനാവുമെന്നാണ് വിജിൻ MLA പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പാലത്തിന്റെ എല്ലാ പ്രശ്നത്തിനും ശാശ്വത പരിഹാരം കാണുമെന്നുള്ളതാണ് അധികൃതർ നൽകുന്ന ഉറപ്പ്. നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.